ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഓരോ ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതദാനമായി തന്നു. ദൈവകരങ്ങൾ സമ്പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം. ഓരോ ദിവസവും പുതുതായിരിക്കുന്ന അവിടെ ദയയും കൃപയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്വത്തിനായി ഈ ദിനം ആകട്ടെ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് നാം 58-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്. നാം മുമ്പ് ചിന്തിച്ചതുപോലെ നശിപ്പിക്കരുത് എന്ന രാഗത്തിലുള്ള 5 സങ്കീർത്തനങ്ങളിൽ രണ്ടാമത്തേതാണ് 57, 58, 59, പിന്നെ 75-ാമത്തെ സങ്കീർത്തനവുമാണ് അത്. ഡു നോട്ട് ഡിസ്ട്രോയ് എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ആണെങ്കിലും ഇവിടെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുകയാണ്. അതായത് സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം പറയുന്നുണ്ട്. ദുഷ്ടതയിൽ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്ന മനുഷ്യർക്ക് വരുന്ന നാശത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ശരിക്കും ഒരു നീതിയുള്ള ഒരു ന്യായവിധിയെക്കുറിച്ച് ദ്യോതിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ 58-ാമത്തെ വാക്ക് തുടങ്ങുന്നത്, ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ, മനുഷ്യപുത്രന്മാരെ നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ. ദേവന്മാരെ എന്ന് വിളിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നും ദൈവപുത്രന്മാരെ എന്നുള്ളതിൻ്റെ ഒരിതാണ് ദേവന്മാരെ എന്ന് വിളിക്കുന്നത്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ സങ്കീർത്തന പുസ്തകത്തിൽ നിങ്ങളെ ദേവന്മാരെന്ന് വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ സ്മോൾ ജി ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റ് ലോഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കർത്താക്കൾ, ആ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദേവന്മാർ ദൈവത്തിൻ്റെ സൃഷ്ടിക്കപ്പെട്ട ദൈവ ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ദേവന്മാരെന്ന് വിളിക്കുന്നതായിട്ട് അവിടെ പറയുന്നു. അല്ലാതെ വേറെ രീതിയിൽ അല്ല അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ, മനുഷ്യപുത്രന്മാരെ നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ. നിങ്ങൾ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു, ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത തൂക്കിക്കൊടുക്കുന്നു. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു, അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. അവരുടെ വിഷം സർപ്പവിഷം പോലെ, അവർ ചെവിയടഞ്ഞ പൊട്ടയണരി പോലെയാകുന്നു. എത്ര സാമർത്ഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും അത് മന്ത്രവാദികൾ വാക്ക് കേൾക്കുകയില്ല. ദൈവമേ, അവരുടെ വായിലെ പല്ലുകളെ തകർക്കണമേ. യഹോവേ, ബാലസിംഹങ്ങളുടെ അണപ്പല്ലുകളെ തകർത്തു കളയണമേ. ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ അവർ ഉരുകിപ്പോകട്ടെ. അവർ തൻ്റെ അമ്പികളെ തൊടുക്കുമ്പോൾ അവ ഒടിഞ്ഞു പോയതുപോലെ ആകട്ടെ. അളിഞ്ഞു പോയി പോകുന്ന അച്ചു പോലെ അവർ ആകട്ടെ. ഗർഭമലസിപ്പോയ സ്ത്രീയുടെ പ്രജ പോലെ അവർ സൂര്യനെ കാണാതിരിക്കട്ടെ. ഇവിടെ ചില ഇത് പറയുമ്പോൾ അവർക്ക് വരുന്നതായ പ്രതിഫലം, അവരുടെ ദുഷ്ടതയ്ക്ക് തക്ക പ്രതിഫലം, ന്യായവിധി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു ശാപവാക്കായിട്ട് നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുകയില്ല. കാരണം ശപിക്കരുത്, നിങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, അനുഗ്രഹിക്കുന്നവരായിരിപ്പിനെന്ന് പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ശപിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഇത്. എന്നാൽ ഇവിടെ ഒരു സത്യം, ഭൂമി സംഭവിക്കുന്ന ഒരു സത്യം അവിടെ പറയുകയാണ്. ഇവിടെ ഈ ദുഷ്ടന്മാരുടെ ഹൃദയത്തിൽ ദുഷ്ടത, നിങ്ങൾ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു, ഭൂമിയെ നിങ്ങളുടെ കൈകളിലെ നിഷ്ഠൂര തൂക്കി കൊടുക്കുന്നു. ഹൃദയമാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രം. ദുഷ്ടത സംഭവിക്കുന്ന അവിടെ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഹൃദയം നേരുള്ളതല്ലായകയാൽ അവരുടെ ജീവിതവും നേരുള്ളതല്ലാതാകുന്നു. ഹൃദയം നേരുള്ളതെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ നേരുള്ളതാകും. സോഴ്സ് നല്ലതാണെങ്കിൽ അത് വരുന്ന പ്രൊഡക്ഷനും നല്ലതായിരിക്കും. ഉറവിടം, യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണുന്നുണ്ട്, നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു. അപ്പോൾ ഇവരുടെ ഹൃദയം തന്നെ ദുഷ്ടതയിൽ ഉറപ്പിച്ചിരിക്കുന്നതാണ് കാണുന്നത് അവിടെ. ഇനി ഭൂമി നിങ്ങളുടെ കൈകളിൽ നിഷ്ഠൂരത തൂക്കിക്കൊടുക്കുന്നു. കൈകൾ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി മുഴുവനും ദുഷ്ടതയാണ്, നിഷ്ഠൂരതയാണ്. അതാ തൂക്കിക്കൊടുക്കുന്നത്. വ്യാപാരം ചെയ്യുകയാണ്. സ്നേഹം കൊണ്ട് വ്യാപാരം ചെയ്യാന്ന് പറയാം. സ്നേഹം എന്ന് പറഞ്ഞാൽ
നമ്മുടെ പ്രവൃത്തികളെല്ലാം സത്യത്തിൻ്റെതും സ്നേഹത്തിൻ്റെതൊക്കെ ഒക്കെ ആയിരിക്കണമെന്ന്. എന്നാൽ ഇവിടെ ദുഷ്ടൻ്റെ ഇത് പറയുന്നത് എന്താണ്? അവൻ നിഷ്ഠൂരതയാണ് തൂക്കി കൊടുക്കുന്നത്. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു. അത് അവരുടെ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പ്രയാസമാണെങ്കിലും അവരുടെ ബാല്യത്തിലെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ മനസ്സിലാകും എങ്ങനെയായിത്തീരുമെന്ന്. ക്രൂരന്മാരായ കഠോരമായ ഹൃദയമുള്ളവരുണ്ട്. അപ്പോൾ അവർ ജനനം മുതൽ തന്നെ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ആ ഭോഷ്കാണ് മറ്റൊരു അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. കള്ളം പറയുക, എന്തിനും വരെ കള്ളം പറയും, ഭോഷ്ക് പറയും. പിശാചിനെ കുറിച്ച് പറയുന്ന അവർ ഭോഷ്ക് പറയുന്നു, അവൻ്റെ അപ്പനുമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തങ്ങളെ തന്നെ അതിനൊക്കെ വേണ്ടി വിറ്റുകളഞ്ഞവരാണെന്ന് പറയും. തുടർന്ന് അവിടെ പറയുകയാണ്, അവരുടെ വിഷം സർപ്പവിഷം പോലെ, അവർ ചെവിയടഞ്ഞ പൊട്ട അണലി പോലെയാകുന്നു. എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദിയുടെ വാക്ക് ഇത് കേൾക്കുകയില്ല എന്നവിടെ പറയുകയാണ്. ഈ സർപ്പവിഷം പോലെ, എത്ര ഹാംഫുള്ളാണത്. അവരുടെ വിഷം സർപ്പവിഷം പോലെ, അവർ ചെവിയടഞ്ഞ പൊട്ട അണലി പോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ആ സതുപദേശങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല, അവരൊന്നും ശ്രവിക്കുന്നില്ല. ആരെയും ശ്രവിക്കാതെ അവരുടെ തന്നെ സ്വന്തം ഹൃദയത്തിനൊത്തോണം അവർ ജീവിക്കുകയാണ്. ദൈവത്തെ ഭയമില്ലാതെ, ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ദൈവത്തെ ഓർക്കാതെ അവർ തങ്ങളുടെ തന്നെ ദുഷ്ടതയിൽ ഉറപ്പിച്ച് അത് തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം അങ്ങനെ നിവർത്തിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അത് ദോഷത്തിലേക്കുള്ള പാതയാണത്. എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദിയുടെ വാക്കത് കേൾക്കുകയില്ല. ദൈവമേ, ഇനി അടുത്തത് ചോദിക്കുക. അപ്പം ഇതിനൊക്കെ എന്താണ് പ്രതിവിധി? മനുഷ്യർക്ക് പ്രതികാരം ചെയ്യാനല്ല, നമുക്ക് പ്രതികാരം ചെയ്യാനില്ല. പക്ഷേ ദൈവത്തോട് സങ്കീർത്തകൻ തൻ്റെ അപേക്ഷ പറയുകയാണ്. ദൈവമേ, അവരുടെ വായിലെ പല്ലുകളെ തകർക്കണമേ. യഹോവയെ, ബാലസിംഹങ്ങളാലും അണപ്പല്ലുകളെ തകർത്ത് കളയണമേ. പല്ലുകളെ തകർക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 57-ാമത്തെ സങ്കീർത്തനത്തിൽ വായിച്ചു 4-ാമത്തെ വാക്യത്തിൽ, പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും. പല്ലുകളെ സദൃശ്യപ്പെടുത്തി കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്. അത് വെച്ച് കുത്തുമെന്നാണ് പറയുന്നത്. അവരുടെ ചിരി കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്. നാവ് മൂർച്ചയുള്ള വാളും. നാവെന്ന് പറയുന്നത് മൂർച്ചയുള്ള വാളാണ്. അത് സർപ്പവിഷം പോലെ വിഷം നിറഞ്ഞത്. അതൊക്കെ ചിലരെ എല്ലാം കൊത്തിയാൽ ആ മുറിവ് ഉണങ്ങാതെ ചില ജീവിതങ്ങളെയൊക്കെ, ചില വാക്കുകളൊക്കെ അതിങ്ങനെ ക്ഷതമേൽപ്പിക്കുന്നത് കാണാനായിട്ട് പറ്റും. നശിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ അങ്ങനെ പറയുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, ഒരു ദൈവത്തിൻ്റെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണമെന്ന് പറയും. അപ്പോൾ ആ വേർതിരിവ് നമ്മൾ കാണണം നമ്മുടെ ലൈഫിൽ. ഈ ദുഷ്ടന് ഉള്ളതായതും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതങ്ങളിലും ഈ വ്യത്യാസം മറ്റുള്ളവർ ദർശിക്കാനായിട്ട് സാധിക്കണം. നമുക്ക് തന്നെ അത് അറിയാനായിട്ട് സാധിക്കണം. വായിലെ പല്ലുകളെ തകർത്ത് കളയണമേ. ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ അവർ ഉരുകിപ്പോകട്ടെ. ഒന്നും സ്റ്റേബിളല്ല. അവൻ തൻ്റെ അമ്പുകൾ തൊടുക്കുമ്പോൾ ഒടിഞ്ഞു പോയതുപോലെ ആകട്ടെ. അപ്പോൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളം എന്ന് പറയുന്നത്, ഒഴുകിപ്പോയ വെള്ളത്തിന് പിന്നെ ഒന്നുമില്ല, എവിടെ നിന്ന് എവിടെ പോകും, അതിനൊരു ഇതില്ല, സ്റ്റെബിലിറ്റി ഇല്ല. ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ അവർ ഉരുകിപ്പോകട്ടെ എന്ന് പറയുകയാണ്. പിന്നെ അവർ അവൻ തൻ്റെ അമ്പുകൾ തൊടുക്കുമ്പോൾ ഒടിഞ്ഞു പോയതുപോലെ ആകട്ടെ. അപ്പോൾ അതിൻ്റെ പ്രവൃത്തികളുടെ ദോഷങ്ങളെല്ലാം ഇല്ലാതായി പോകട്ടെ എന്നാണ് പ്രാർത്ഥനയുടെ സാരാംശം. അലിഞ്ഞു പോയി പോകുന്ന അച്ചു പോലെ അവർ ആകട്ടെ. അച്ചല്ല, ശരിക്കും ഒച്ചെന്നാണ് പറയുന്നത്, സ്നെയിൽ എന്നാണ് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ. മലയാളത്തിൽ വന്ന ട്രാൻസ്ലേഷൻ പിശകാണ്. അലിഞ്ഞു പോകുന്ന അച്ച്. നമ്മൾ ഒച്ചിൻ്റെ ഈ സ്നെയിൽ, അതിൻ്റെ ഇതൊക്കെ നമ്മൾ അതിൻ്റെ കൂടിങ്ങനെ കാണുമല്ലോ, അതിനകത്ത് കാണത്തില്ല. അതിങ്ങനെ അലിഞ്ഞു പോകും. അത് കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഇത് കഴിയുമ്പോൾ അത് അലിഞ്ഞു പോകും. പിന്നെ അത് വെറും പുറന്തോടായിട്ട് മാത്രം ശേഷിക്കും എന്ന് പറയുമ്പോൾ ദുഷ്ടതയൊക്കെ തീർന്നു പോകട്ടെ എന്നാണ് പറയുന്നത്. ഗർഭമലസിപ്പോയ സ്ത്രീയുടെ പ്രജ പോലെ അവർ സൂര്യനെ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തികളൊന്നും നടക്കാതിരിക്കട്ടെ, സൂര്യനെ കാണാതിരിക്കട്ടെ എന്ന പ്രവൃത്തികൾ. കാരണം അവർ ഹൃദയത്തിൽ ദുഷ്ടതയാണ് ഗർഭം ധരിക്കുന്നത്, എന്നിട്ട് വഞ്ചനയെ പ്രസവിക്കുന്നു എന്ന് തിരുവചനത്തിൽ പറയും. അപ്പം അങ്ങനെ ഉള്ള അവരുടെ ദുഷ്ടത്തരങ്ങൾ, അവരുടെ പ്ലാൻസ്, ഈവിൾ പ്ലാൻസ്, പ്ലോട്ട്സ്, അതൊന്നും നടക്കാതെ പോകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവർ അതിൻ്റെ ദൂഷ്യത്തിന്, അവരുടെ ദുഷ്ടതയ്ക്ക് വശംവദരാകാതെ ദുഷ്ടത സ്വീകരിക്കുന്നവരായി മാറാതെ അത് അവരുടെ മേൽ ഫലിക്കാതെ പോകട്ടെ എന്നാണ് പ്രാർത്ഥനയുടെ സാരാംശം. ഇനി അവരോട് പറയുകയാണ്, നിങ്ങളുടെ കലങ്ങൾക്ക് മുൾത്തി തട്ടും മുമ്പേ പച്ചയും എന്തുമെല്ലാം ഒരുപോലെ ചുഴലിക്കാറ്റിനാൽ പാറ്റിക്കളയും. അപ്പോൾ ദൈവം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരുടെ എല്ലാ പ്രവൃത്തികളും ദൈവം അനുവദിക്കുകയില്ല.
കാരണം കൂടാതെ ശാപം പറ്റുകയില്ല എന്ന് തിരുവഴുത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ദൈവം അത് തടുക്കും. തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ നീതിമാന്മാർക്ക് വരുന്ന ദോഷത്തും ദൈവം അത് തടുക്കും. ദൈവാശ്രയമാണ് സിദ്ധൌഷധമെന്ന് നമ്മൾ ഇന്നലത്തിലൊക്കെ വായിച്ചതിൻ്റെ ഒരു സാരാംശം ഇതായിട്ട് പറയാൻ പാട്ട്. ദൈവാശ്രയമാണ് സിദ്ധൌഷധം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഇങ്ങനെയൊരു ദുഷ്ടമനുഷ്യൻ്റെ ഒരു ദുഷ്ടതയും നമ്മൾ അഫക്റ്റ് ചെയ്യുകയില്ല, നമ്മൾ ബാധിക്കുകയില്ല. ചേമ്പിലയിൽ പതിക്കുന്ന വെള്ളം പോലെ അത് മാറിപ്പോകും. അതിനെ സ്പർശിക്കാതെ മാറിപ്പോകുന്ന പോലെ നമുക്ക് ഇത് ചെയ്യും. ഇനിയോട് അടുത്ത് വായിക്കുകയാണ്. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ നിൻ്റെ കാലുകളെ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കഴുകും. അതൊരു ഫാക്റ്റായിട്ട് അങ്ങനെ പറയുന്നതാണ്. അത് ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലമുണ്ട്. ദുഷ്ടന്മാർക്ക് വരുന്ന പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. ദുഷ്ടത ചെയ്യുന്നവർക്ക് ദൈവം ശിക്ഷിക്കുന്നുണ്ട്. ദൈവം നീതിമാനായ ദൈവമാണ്, സ്നേഹവാനായ ദൈവമായിരിക്കുന്ന പോലെ തന്നെ ദൈവം നീതിയുള്ള ദൈവമാണ്. അതുകൊണ്ട് തന്നെ നീതി നിമിത്തം ദൈവത്തിന് ശിക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ചില ഇതൊക്കെ വരുമ്പോൾ ചില വ്യക്തികൾ അവനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നൊക്കെ ചില ചോദിക്കും. അവനെ ശിക്ഷിക്കണം, കോടതി അവനെ ശിക്ഷിക്കണം, അവനെ വെറുതെ വിടരുതെന്നൊക്കെ ചില സാധാരണ വാക്കുകളിൽ പോലും അവരിങ്ങനെ പറയും, സംസാരത്തിൽ പോലും അവനെയൊക്കെ വെച്ചേക്കരുതെന്നൊക്കെ പറയും. അപ്പോൾ മനുഷ്യന് ഇത്രയ്ക്ക് നീതി ഉണ്ടെങ്കിൽ ദൈവം നീതി ചെയ്യുന്നതിൽ ആർക്ക് തെളിയാൻ പറ്റും? അപ്പോൾ ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്ന ന്യായാധിപനാണ്. ഇനി അതിന് 11-ാമത്തെ വാക്യത്തിൽ കൺക്ലൂഷൻ, ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. നിശ്ചയമായിട്ട്, അതായത് ഷുവർലി ദെയർ ഈസ് എ റിവാർഡ് ഫോർ ദ റൈറ്റിയസ്. നീതിമാനും പ്രതിഫലമുണ്ട്. ദുഷ്ടന് വരുന്ന നാശമുണ്ട്, പക്ഷെ നീതിമാന് പ്രതിഫലമുണ്ട്. ഷുവർലി ദെയർ ഈസ് എ ഗോഡ് ഹു ജഡ്ജസ് ഓൺ എർത്ത്. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. സഭാപ്രസംഗയുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 9 വാക്യങ്ങളാണ്. നിനക്ക് ബോധിച്ചോണമൊക്കെ നടന്നുള്ളൂ, എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം തന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിൻ്റെ 14-ാമത്തെ വാക്യം തീരുന്നു അങ്ങനെയാണ്, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അപ്പോൾ നമുക്ക് ഫ്രീഡം എന്ന് പറയുമ്പോൾ ആ ഫ്രീഡം ദുഷ്ടതയ്ക്ക് മറയാക്കരുത് നമ്മുടെ ഫ്രീഡം. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നിന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ നമ്മൾ നന്മയ്ക്കുള്ള മുഖാന്തരങ്ങളാക്കി തീർക്കണം. നന്മയെന്ന് പറയുന്നതാണ് ദൈവം നമ്മളിൽ വസിക്കുന്നതാണ് നന്മ. നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം ദൈവകൃപ കൊണ്ട്, ദൈവ സാന്നിധ്യം കൊണ്ട്, ദൈവിക സ്മരണ കൊണ്ട് നിറയ്ക്കുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിന് ധന്യമായിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് ദൈവങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം. അപ്പോൾ നശിപ്പിക്കരുതേ എന്ന രാഗത്തിലുള്ള ഈ സങ്കീർത്തനത്തിൽ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ്റെ മരണത്തിൽ ലേശം പോലും ആഗ്രഹമില്ല എന്ന് അവിടുന്ന് തിരുവനന്തപുരത്തിൽ ചെയ്യുന്നുണ്ട്. ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് നീതിമാനായി ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലും ദുഷ്ടത ഞങ്ങളെ പറ്റിപ്പിടിക്കാതെ, ദുഷ്ടതയിൽ തങ്ങളെ ഉറപ്പിക്കാതെ ഞങ്ങൾ നീതിയുള്ള ജീവിതം നയിപ്പാൻ നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന യേശുവെ, ഞങ്ങളെ നീതിമാന്മാരാക്കാനാണ് അവൻ നീതികെട്ടവനെ പോലെ ക്രൂശിൽ യാഗമായത്. ആ ദൈവനീതി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവനീതിയിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ, നീതിമാനൊത്തവണ്ണം ഞങ്ങൾക്ക് ജീവിപ്പാൻ അവിടെ നിങ്ങളെ കൃപയറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ദുഷ്ടത ചെയ്യുന്ന മനുഷ്യർ, അപ്പോൾ ആ ദുഷ്ടത നീതിമാനെ ഫലിക്കാതെ വണ്ണം കാക്കുന്ന അവിടുത്തെ സ്നേഹത്തിന്, അവിടുത്തെ കൃപയ്ക്ക്, അവിടുത്തെ സർവ്വശക്തിയാക്കി അയച്ചു സ്തോത്രം. എല്ലാ നന്മകളാണ് നിറയ്ക്കണമേ. നിങ്ങളുടെ ജീവിതം തിരുനാമത്വത്തിനാക്കി തീർക്കണമേ. മഹത്വം ഇടുന്ന് മാത്രം എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാം മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ജീവിപ്പാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ. യേശുവേ, നിന്റെ സ്നേഹം മാത്രമേ എന്റെ മാനസം തേടാവൂ. യേശുവേ, നിന്റെ രൂപം മാത്രമേ എന്റെ കണ്ണുകൾ കാണാവൂ. ഏറെ ദൂരെയലഞ്ഞു ഞാൻ നിന്റെ സന്നിധി വിട്ടകന്നപ്പോ, പേരു ചൊല്ലി വിളിച്ചു നീ എന്നെ ഓടി വന്നു പുണർന്നല്ലോ. ശത്രുവിന്റെ വലയിൽ വീണു ഞാൻ മൃത്യുവിങ്കൽ വലഞ്ഞപ്പോ, ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ നിന്റെ ജീവൻ നൽകി എനിക്കായി.